നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡൻ. ഞങ്ങളുടെ ഈ വീക്കെൻഡ് ട്രിപ്പ്, ഈ ഒരു ആഴ്ചത്തെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതെ, ലോട്ടസ്. അപ്പോൾ നമ്മൾ ലോട്ടസ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്, ലില്ലിഡെയിൽ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തന്നെ ലബാനത്ത് നിന്ന് ട്രെയിൻ കയറി നേരെ ലില്ലിഡെയിൽ ഭാഗത്തേക്ക്. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിന് പോകണം. ബസ്സിലത് അവിടെ ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡന്റെ തൊട്ട് മുമ്പിലെത്തി. ഒരു 600 മീറ്റർ നമുക്ക് നടക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നതാ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിലെത്തി നിൽക്കുകയാണ്. ഇവിടെ മുഴുവൻ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് വാട്ടർ ലില്ലി അതിവിടെ ഉണ്ട്. പിന്നെ 14 ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ഡിസ്പ്ലേ ആണ്. പലതരത്തിലുള്ള ലോട്ടസ് ഇതിനുള്ളിലുണ്ട്. അങ്ങനെയൊക്കെ കുറേ ബോർഡുകൾ പുറത്ത് തന്നെ കാണാണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നമ്മള് ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡന്റെ ഉള്ളിലേക്ക് കയറിയതും മഴ പെയ്യാൻ തുടങ്ങി. നല്ല സമയം, പക്ഷെ നല്ല ക്ലൈമറ്റ് കേട്ടോ. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്ക് നിറയെ വെള്ളമല്ലേ, അപ്പം അതിൽ താമരയും പമ്പലും നിറയെ വിരിഞ്ഞ് നിൽക്കുക. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം നടക്കാൻ തന്നെ ആ ഒരു ഭംഗി കിട്ടി. എനിക്കവിടെ നല്ല വെയിലിലേക്ക് മഴയത്ത് കുറച്ചുകൂടി ഭംഗിയാണ് ഈ താമരയുടെ ആമ്പലും കാണാൻ. വന്ന് കയറുമ്പോൾ തന്നെ കുറേ സ്ഥലത്ത് നമുക്ക് പല കളറിലുള്ള ആമ്പലും താമരയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ബഞ്ചിന് $20. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടില് വയലറ്റ് കളറിലുള്ളതും പിങ്ക് കളറിലും വെള്ള കളറിലൊക്കെ. ഇവിടെ കുറേ തരത്തിലുള്ള കളറിലുള്ള ആമ്പൽ ഇവിടെ വിൽക്കാറുണ്ട്. ബഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് പ്ലാന്റ്സും വേണമെങ്കിൽ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ തുടക്കം ഇങ്ങനെയാണ്. മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറും. ഈ ബ്ലൂ ലോട്ടസ് ഗാർഡൻ്റെ കയറി വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു സോനിയർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എന്തെങ്കിലും ഭംഗിയുള്ള കുറേ സംഭവങ്ങൾ, കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കാണാൻ ഭംഗിയുള്ള ചില കീ ചെയിൻസ് ഉണ്ട്, ഫാൻ ഉണ്ട്. ഇത് നമുക്ക് ഭയങ്കര രസം തോന്നി. ഫാൻസ് $6 അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡനിലെ ഇത് ഉള്ള സ്ഥലം യാറ ജംഗ്ഷനാണ്. യാറ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലില്ലിഡെയിൽ നിന്ന് വാർബർട്ടണിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ അവിടെ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. താമരയുടെ ഇടയിൽ കൂടെ ഒരു നടത്താം. നിറയെ കളറില് ഇതിന്റെ യെല്ലോ കളറിലുള്ള താമരയും കണ്ടു. ഇത് യെല്ലോ ആയിരുന്നു വേണ്ട. അപ്പൊ യെല്ലോ ആദ്യം തന്നെ കണ്ടപ്പോ ഹാപ്പി ആയി. ഏക്കർ 14 ഏക്കറോളം സ്ഥലത്ത് പരന്ന് കിടക്കണ ഇതുപോലെ എന്താ പറയുക ലോട്ടസ് പാടങ്ങൾ. അപ്പോൾ പല കളറിലുള്ള പല തരത്തിലുള്ള പൂക്കൾ നമുക്ക് വരണ വഴിക്ക് മുഴുവനെ കാണാനുണ്ട്. പിന്നെ ബാക്കി ബാക്കിൽ ഈ ഒരു ഡാൻഡ്രോൺ റേഞ്ചസിൻ്റെ തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ലില്ലിഡെയിൽ ഭാഗത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രത്യേകിച്ച് മഴയും കൂടി വേണം ഈ ഒരു സമയത്ത്. നല്ല രസമുള്ളൊരു സ്ഥലം, ഫോട്ടോയ്ക്ക് ബെസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ സ്പേസ് ഉണ്ട്, പ്ലസ് ഒരു കഫേ ഉണ്ട്. കഫേ 3 മണി വരെ ഉള്ളൂ. പ്ലേ സ്പേസ് എപ്പോഴും ഓപ്പണാണ്. പിന്നെ ഈ കഫേയിൽ ഇരുന്ന് കഴിക്കാം. നമുക്ക് ഇവിടെ പുറത്തു ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പിക്നിക്കും ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരമുണ്ട്. ഇതെന്താ ഇവിടെ അച്ഛന് പേടിയില്ലല്ലോ. ഇവിടെ ബ്ലൂ കളറിലുള്ള ആമ്പലുണ്ട്. ഇത് പ്രോപ്പർ വാട്ടർ ലില്ലി. ഈ ഭാഗത്ത് ഒരു കുഞ്ഞു സ്ഥല, പക്ഷെ അവര് കുറെ ഈ ഒരു മുതലകളൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രോപ്പിക്കൽ ലാൻഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിറയെ വാഴകളാ, 4 പുറം നിറയെ വാഴകളാ. നമ്മളിവിടെ അങ്ങനെ വാഴ അധികം കാണാറില്ലല്ലോ ഈ ഒരു ഭാഗത്ത്.
പ്രത്യേകിച്ച് ഇവിടെ മെൽബണിൽ വന്നിട്ട് ഇങ്ങനെ വാഴ അധികം കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇത്ര അധികം വാഴ അടുത്തടുത്ത് കാണുന്നത്. ഇത് നോക്കൂ, ഇതയാ ഇതിന്റെ ഉള്ളിൽ നോക്ക എന്തൊരു വലിയ ഇലയാ. സൈനിക ഇല നോക്കിയൊക്കെ ഒരു വലുതാണ് കേട്ടോ. ഇതിൽ ശരിക്കും ഒരു കുഞ്ഞൊരു നമ്മൾ ജനിച്ച ഒരു ന്യൂ ബോൺ ബേബി സുഖമായിട്ട് കിടത്താൻ പറ്റും. അടുത്തത് നമ്മൾ ട്രോപ്പിക്കൽ ഹൗസിലേക്കാണ് പോണത്. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇത് കൊള്ളാലോ. പല തരത്തിലുള്ള സംഭവങ്ങളല്ലേ. ഈ ഇലകളൊക്കെ നോക്കൂ, ശരിക്കും മുള്ളു പോലെ ഉണ്ട് ഇല. താമര ആമ്പൽ എന്നൊക്കെ നമുക്ക് ആകെ 1-2 സാധാ താമര ആമ്പലിന്റെ അറിയുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇത്രയധികം തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. എത്ര തരത്തിലുള്ള ആമ്പല, എത്ര തരത്തിലുള്ള താമര. അത് ഇലയിലായാലും പൂവിലായാലും കളറിലായാലും ഒക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഓസ്ട്രേലിയയിലാണോ അല്ലയോ എന്ന് ഡൗട്ടായില്ലേ. ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്കൊക്കെ വന്ന വഴി. അതെ, ഇതാണ് വേൾഡ് ലാർജസ്റ്റ് വാട്ടർ ലില്ലി. ആമസോൺ ലില്ലി, വേൾഡ് ലാർജസ്റ്റ് വാട്ടർ ലില്ലി. ശരിക്കും അത് പൂവിലല്ല, അതിന്റെ ഇലയാണ്. എന്തൊരു വലിയ ഇല ശരിക്കും. പറ വലുപ്പം. നമുക്കൊക്കെ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാൻ പറ്റും, ഒന്നും സംഭവിക്കില്ല. കാരണം ഫോട്ടോയ്ക്ക് വേണ്ടി കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തല അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കണ പോലെ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സംഭവം നല്ല രസം. ശരിക്കും ഒരു അത്ഭുതം പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. 1.75 മീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്ററിന്. അതാണ് ഏറ്റവും വലുത്. എന്തല്ലേ ഇത്, നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു റെയിൻ ഫോറസ്റ്റിൽ നടക്കുന്ന ഒരു രീതിയിൽ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സിഡ്നിയിൽ നടന്ന പോലെ, ബ്ലൂ മൗണ്ടൻസിൽ നടന്ന അതേപോലത്തെ ഒരു പാലം. കൊള്ളാം. ഇതെന്താ ഇവിടെ എന്താ ഒരു അടി? വെറുതെ സ്റ്റാച്ചു ആണിത്. അങ്ങനെ ഒന്നുകൂടി ഇത് എങ്ങനെയാ, ഇത് ധൈര്യം സംഭരിച്ച് അവസാനം ബേബി ഫ്രോഗ് അത്രേ. ഫ്രോഗെ പോയി തൊട്ടു. ആണോ? ബിഗ് ഫ്രോഗ് എവിടെ? ഇത് ബിഗ് ഫ്രോഗ് അതാണോ? ഓ ഓക്കെ. സൂപ്പർ, അതാണ് ഇത് കുട്ടി. എവിടെന്നാ രണ്ടുപേരും നടന്നു വരുന്നത്? ഇത് ചളി നോക്കി നടക്കാം. എല്ലാ ചളിയിലും വിളി 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 വിളി. ആ കാലൊന്ന് കാണിച്ചു തരൂ. അയ്യോ. ഇവിടെ ഇനി അടുത്തത് ഇതാ ഒരു ട്രീ ഹൗസ് ആണ്, ടോഡ്സ് ട്രീ ഹൗസ്. ഈ താമരക്കുളത്തിന്റെ ഇടയിലെ ഒരു കുട്ടി ഹൗസ്. ഇത് ഓടി പോകണ്ട കേരളത്തൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവിടെ ഓൾറെഡി വേറൊരു കുഞ്ഞുകുട്ടി ഉണ്ട്. ഇത് വെയിറ്റ് ചെയ്യാണ്. അതെ, വെയിറ്റിംഗ് ഫോർ ഹർ ടേൺ. ഇങ്ങനെ ഇതിന്റെ ടേൺ കിട്ടി ഇതിന് കയറാൻ. ട്രീ ഹൗസ് സ്ലൈഡ് ഉണ്ട് ട്രീ ഹൗസിനുള്ള. അടുത്തൊരു ഗംഭീര മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഴയാണ് വരാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് വേഗം ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. വീണ്ടും മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ വേഗം കഫേയുടെ ഭാഗത്തേക്ക് വന്നു. ഇത് 3 മണിക്ക് അടയ്ക്കും കഫറ്റേറിയ. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് നടക്കാവുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ടിരിക്കുക. അതല്ല തണുപ്പ്. ഇത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടാണല്ലോ ആദ്യം കഴിക്കണേ. എമ്മയാണോ ഇത്? ഇഷ്ടമായില്ല. അമ്മ നോക്കിയോട്ടെ, എന്തത്ര ഇഷ്ടമാവാതിരിക്കണ്ട. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്, ഈ ലാമിങ്ടൺ അല്ലേ? എനിക്കിഷ്ടമാണ്. ഒരു വാനില സ്പോഞ്ച് കേക്കോ എന്തൊക്കെയോ സംഭവം, അതിന്റെ മുകളില് കോക്കനട്ട്, ഷ്രെഡഡ് കോക്കനട്ട്. എനിക്കിഷ്ടം. ഇഷ്ടമില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ചെസ് കളിക്കാൻ പോവുകയാണ്. അവിടെ എവിടെ ഹോസി? ബ്ലാക്ക് ഹോസി എവിടെ? ഇത് നീക്കൂ. ഇത് ഏതാ വെക്കുക? അതന്നെയാണോ വെക്കണേ? വിശാലായിട്ടുള്ള ഒരു ഏരിയ ആണ്. ശരിക്കും ഒരു വാട്ടർ ലാൻഡാണ് ഈ ഒരു ഭാഗം മുഴുവൻ. നടക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ മുഴുവൻ നിറയെ നടപ്പാതകളുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്തുള്ള ഈ പൂക്കൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ മുഴുവനെ പല സ്ഥലങ്ങളിലേക്ക് നടന്ന് കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു വലിയൊരു ഭാഗത്ത് 10-11 തരത്തിലുള്ള വാട്ടർ ലില്ലി ഉണ്ട്. അത്
നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പല കളറിലുള്ള. ശരിക്കും ഇവിടെ നേരെടുത്ത് വെള്ളയാണ്, കുറച്ചപ്പുറത്ത് നല്ല പിങ്ക് കളറുണ്ട്, യെല്ലോ ഉണ്ട്. അത് മാത്രമല്ല ഷേപ്പ് നല്ല വ്യത്യാസമായിട്ടുള്ള ഷേപ്പുകളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ശരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഈ ഭാഗത്ത് മുഴുവൻ നടന്ന് സ്പെൻഡ് ചെയ്യാം. ഇത് തന്നെ കേറിയോ? ഇഷ്ടായോ ഈ സ്ഥലം? ഇഷ്ടായോ? ഏത് കളർ പൂവാ ഇഷ്ടായേ? വൈറ്റ്. എവിടെ വൈറ്റ്? ആ ഇവിടെ ഉണ്ടല്ലേ. പിങ്ക്. കാക്കയുണ്ടോ? ഫ്ലൈ 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 ചെയ്തു. നമ്മുടെ ഈ ലോട്ടസ് ഗാർഡന്റെ ഉള്ളിൽ ഇത്രയും സ്ഥലമാണുള്ളത്. അതിന്റെ ഒരു മാപ്പാണിത്. കഫേ പോണ്ട് ഉണ്ട്, ബ്രിഡ്ജ് ഓഫ് മിസ്റ്റ്, സിൽവർ ലോട്ടസ് ലഗോൺ, ഫെയറി ഗാർഡൻ, അങ്ങനെ ഒരു 10-20 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ ഉള്ളിലെത്തുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അതിന്റെ പ്രത്യേകത ഏതാണെന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വാട്ടർ ലില്ലീസ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ പൂവിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് അതിന്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ താമര. ഇനി ഞങ്ങളുടെ താമര ഉണ്ട് ഒരാള്. ഇത് ഞങ്ങളുടെ താമര. ഇതൊക്കെ എനിക്കൊരു ആവാസ വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗത്ത് താമരയാകുമ്പോൾ മാത്രമല്ല, ആ ഒരു കുളം അതുപോലെ ഇങ്ങനെ നിറഞ്ഞ് കുറേ പരന്ന് കിടക്കുന്ന ഈ ഒരു വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് കുറേ പക്ഷികളും താഴത്ത് കുറേ മീനും നമ്മുടെ തവളയും പാമ്പ് പോന്തും അങ്ങനെ പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. കുറേ താറാവുകളും അരയന്നങ്ങളൊക്കെ ഇവിടെ പല പക്ഷികളുടെയും പേരും എനിക്കറിയില്ല. നമുക്ക് നമ്മുടെ നാട്ടില് കൊളക്കോഴി എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയോ കുറേ ബേർഡ്സിനെ കണ്ടു, പക്ഷെ എനിക്ക് പേരറിയില്ല. പല സ്ഥലത്തും അതിന്റെ ബോർഡ് കാണാനുണ്ട്, അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നടന്നിട്ട് ഇവിടെ ബാക്കിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തി എനിക്ക് ഇവിടെ വന്നാലത്തെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടായിട്ട് ഇത് തോന്നുന്നുണ്ട്. ഞാൻ താഴത്ത് കണ്ടപ്പോൾ അതാണ് എൻ്റെ ബെസ്റ്റ് സ്പോട്ട് എന്ന് തോന്നുന്നു, പക്ഷെ അല്ല, ഇപ്പം ഞാൻ തീരുമാനം പറ്റി എനിക്ക് ഇതാണ് ഇപ്പോഴത്തെ ബെസ്റ്റ് സ്പോട്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നടന്നു വരുമ്പോൾ എന്നേക്കാ പൊക്കത്തിലാണ് ഇവിടെ നമ്മുടെ ചെടികളൊക്കെ. താമരയുടെ ചെടിയൊക്കെ ഇത്ര പൊക്കത്തിലാണ്. നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന താമരയൊന്നുമില്ല, അത് പൊക്കത്തിൽ നിൽക്കണ താമരയാണ്. അയ്യോ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ലോട്ടസ് ലേക്കാണ് ഈ ഒരു മൊത്തം ഈ ഒരു വലിയ ഗാർഡനിലെ സെക്കൻഡ് ലാർജസ്റ്റ് വൺ. അപ്പൊ ഇവിടുന്ന് ഈ ഒരു ലോട്ടസ് ലേക്കുകളിൽ നിന്ന് നമുക്ക് ഒരു സമ്മറിൽ 10,000 ലോട്ടസ് ഫ്ലവേഴ്സ് ആണ് സമ്മർ സീസണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജനുവരി ഫെബ്രുവരിയാണ് ഏറ്റവും പീക്കായിട്ടുള്ള ഏറ്റവും അടിപൊളി സമയം. എല്ലാ തരത്തിലുള്ള ലോട്ടസും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക ഡിസംബർ 26 മുതൽ, ഡിസംബർ ലാസ്റ്റ് മുതൽ മാർച്ച് 20 വരെയാണ് ഇതിൻ്റെ ഒരു സമയം, ലോട്ടസിൻ്റെ സീസൺ. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം സീസൺ ആണ്, പക്ഷെ ലോട്ടസ് അല്ല, വേറെ കുറേ ഫ്ലവേഴ്സ് ആയിരിക്കും. ഓ ഈ വഴി അടിപൊളിയുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയണ തിക്ക് താമര. താമരയുടെ മണം വരുന്നുണ്ട് സൈഡ്. ആ ഉണ്ട് ഉണ്ട്. ഇത് സൈഡ് ഇത് നോക്കൂ, ഇത് ഞാൻ നോക്കൂ, ഇതിന് അത്ര വലുപ്പത്തിലുള്ള താമര. സി ഇതൊരു താമരയ്ക്ക് വരെ വലുപ്പമുണ്ടോ? നമ്മുടെ ഈ ബ്ലൂ ലോട്ടസ് ഗാർഡൻ്റെ ഭാഗത്ത് ആകെ ഉള്ളത് ശരിക്കും 2 ലേക്കുകളാണ്. ഒന്ന് കോച്ച്റെയിൻ ലേക്കും പിന്നെ ഒന്ന് ലോട്ടസ് ലേക്കും. ലോട്ടസ് ലേക്കിലാണ് ഇപ്പോൾ നമ്മൾ അത് കൂടെ നടന്നു വന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ കോച്ച്റെയിൻ ലേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മളവിടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നില്ലേ ആ ഏരിയയും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ലേക്ക്. ഇത് രണ്ടാമത്തെ വലിയ ലേക്ക്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഒഴുകുന്ന നദിയാണ് ലിറ്റിൽ യാറ റിവർ. ഈ ഒരു ലോട്ടസ് ഗാർഡനിൽ നമ്മൾ ഈ ഒരു എൻഡ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റെഡ് ഡ്രാഗൺ പോണ്ട് ഉണ്ട്. ചെറുതാണ്, പക്ഷെ ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു റെഡ് ഡ്രാഗൺ. ഇത് മമ്മി ഡ്രാഗണും ബേബി ഡ്രാഗണും ആണെന്നാണ് പറയുന്നത്, അല്ല? ഇത്
ഡാഡി ഡ്രാഗൺ എവിടെ? കാണാൻ നല്ല രസം. നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഈ ഒരു പോണ്ട് കൂടെ ഒരു വാക്ക് നടത്തിയിട്ട് ഇനി തിരിച്ചു പോവാം. ഒരു ഡ്രാഗണിൻ്റെ ഫുൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഡ്രാഗൺ വാക്കാണ്. ഇവിടെ നമുക്ക് പോവാം. ഡ്രാഗൺ പോണ്ട് കൂടെയുള്ള ഡ്രാഗൺ വാക്ക്. ബ്ലൂ ലോട്ടസ് ഗാർഡനിലുള്ള ഇത്തവണത്തെ വീക്കെൻഡ് വീഡിയോ, ഇത്തവണത്തെ വീക്കെൻഡ് ട്രിപ്പ് ഞങ്ങളുടെ അവസാനിക്കായി. 5 മണിയായി. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രി സമയം. നമ്മള് പൈസ പറഞ്ഞു എത്രയാന്ന്? ഒരാൾക്ക് $26. അതെ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും. അതെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ഇവിടെ വന്നിട്ട്. അപ്പൊ ഇതുപോലെ വൺ ഡേ ട്രിപ്പുകൾക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഞങ്ങളുടെ നല്ല ക്ലൈമറ്റും ആയിരുന്നു, അതും പറയണ്ടേ. അതെ അതെ, മഴ പെയ്തപ്പോഴേ നല്ല സുഖമായി. അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. മെൽബൺ ഈ സൈഡിക്കും വാർബർട്ടൺ ആ സൈഡിക്കും. ഇത് വാർബർട്ടൺ ഹൈവേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ ബസ് സ്റ്റോപ്പാണിത്, റിവേഴ്സ്ഡെയിൽ റോഡ് ഓൺ വാർബർട്ടൺ ഹൈവേ. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറി തിരിച്ചു പോകുന്നത്. അതെ, ഈ ഭാഗത്ത് കണ്ടറിയാൻ തനിയൊരു ഗ്രാമപ്രദേശത്തിലെ ഗ്രാമ കാഴ്ചകളിലൂടെ ആണ് നമ്മൾ എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ബസ്സിന് കയറുന്നു, വീണ്ടും ലില്ലിഡയിൽ ഇറങ്ങുന്നു, തിരിച്ചു പോകുന്നു.